ലിസ്ബത്ത് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് ക്രീമാണ്. അപ്പോൾ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് എൻ്റെ ഫേസിൽ കറുത്ത പാടുകൾ, കരിവാളിപ്പ്, മൊത്തം ഒരു കറുപ്പ്, കഴുത്തയിലൊക്കെ കറുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 1-2 ഫേസ് പാക്കുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് തേക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിക്കും നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഫേസിലൊക്കെ ഒന്ന് ഇട്ട് കിടക്കാൻ പറ്റിയ നല്ലൊരു ക്രീം വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ഒരു ക്രീമായിട്ട് ഇത്. അപ്പോൾ അത് തേച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. എന്ന് കരുതി നമ്മൾ ഇട്ട് പിറ്റേ ദിവസം തന്നെ നല്ല വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. റെഗുലറായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. ഒരു 2-3 ആഴ്ചയൊക്കെ മുഖത്ത് തേക്കുമ്പോൾ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ ഏത് ക്രീമാണേലും റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് തയ്യാറാക്കിയതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി സാധാരണ ദോശപ്പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരി മതി. 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു 4-5 പ്രാവശ്യം നമ്മൾ കഴുകണം. നല്ല വെള്ളത്തിൽ തന്നെ കഴുകിക്കൂ. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് സോക്ക് ചെയ്യാൻ വയ്ക്കുക. സോക്ക് ചെയ്യാനായിട്ടൊരു 6-7 മണിക്കൂർ വേണമെങ്കിൽ വയ്ക്കാം. ഇപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 7 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബദാമിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. സ്കിന്ന് കളഞ്ഞതിന് ശേഷം ഈ വെള്ളം നമുക്കൊന്ന് കളയണം. ഇനി നല്ല വെള്ളം എടുത്തിട്ട് ഇത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ തന്നെ അരയണം, ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ പകുതി അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന അരിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 പൊട്ടറ്റോ വേണം. അതതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ പീസാക്കുക. ചെറിയ പീസായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത് അതൊന്ന് അരിക്കണം. നല്ലതുപോലെ അരിച്ചതിന് ശേഷം നമുക്കിതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം അതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ വരും. അതിനുശേഷം വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു തുണിയിൽ നല്ലതുപോലെ അരിച്ചെടുക്കണം. കാരണം നമ്മൾ ക്രീമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്തില്ലെങ്കിൽ, തുണിയിൽ അരിച്ചില്ലെങ്കിൽ കുറച്ച് തരികളൊക്കെ അതിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ക്രീം ആയതുകൊണ്ട് തന്നെ അതിൽ തരി ഉള്ളത് നല്ലതല്ല. നല്ല ഒട്ടും തരിയില്ലാതെ തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമ്മളിങ്ങനെ തുണിയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കണം. മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന അത്രയും നമ്മൾ എടുക്കുക. ഒരിക്കൽ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു കുറച്ച് മാത്രമേ അതിനകത്ത് അതിൻ്റെ തരികൾ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് കളയാം. അങ്ങനെ തുണിയിൽ അരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഊറാനായിട്ട് വയ്ക്കണം. അപ്പോൾ അടിയിൽ സ്റ്റാർച്ച് വരും, മുകളിൽ വെള്ളമായിട്ട് വരും. കുറച്ച് സമയം വയ്ക്കണം. വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നമുക്കങ്ങ് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അത് ഊറിക്കിട്ടും. കുറച്ച് മണിക്കൂർ എടുക്കും. പൊട്ടറ്റോ പെട്ടെന്ന് ഊറി വരും. അരച്ച് മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ അടിയിലായിട്ടുണ്ട്, മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കാരണം ആ വെള്ളത്തിനൊരു കളർ മാറ്റമുണ്ട്. അതുകൊണ്ട് അതങ്ങ് ഊറ്റിക്കളയാം. അതിനുശേഷം കുറച്ച് നല്ല വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ അരിയും പൊട്ടറ്റോയും നമുക്കിനി മാറ്റി വയ്ക്കാം. അടിയിൽ അത് ഊറി വരണം. അതുവരെ ഒന്ന് പുറത്ത് വയ്ക്കാം. ഇപ്പോൾ പൊട്ടറ്റോയും അരിയെല്ലാം ഇവിടെ ഊറി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർച്ച് അടിയിലാണ്. വെള്ളം നമുക്കിനി ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അരിയും പൊട്ടറ്റോയും ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ സ്റ്റാർച്ച് തമ്മിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വയ്ക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ നിരത്തിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഒരു ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ 1-2 ദിവസം ഇരുന്നോട്ട് കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാം. നല്ല ക്രീം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായ ഗുണം നമുക്ക് കിട്ടും. ഒരു മായവും ഇല്ലാത്ത നല്ല ക്രീമാണ്. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഉണക്കാൻ വെച്ചിരുന്ന്
സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 ദിവസം വെച്ച് കേട്ടോ. ഇപ്പോൾ ഇവിടെ അധികം വെയിലൊന്നുമില്ല, തണുപ്പ് സമയമാണ്, അതുകൊണ്ട് ഞാൻ 2 ദിവസം വെച്ചു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ കൈകൊണ്ട് ഇത് കുറച്ച് പൊടിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ പൊടിഞ്ഞാൽ പോരാ, നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടണം. ഇപ്പോൾ മിക്സിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല, നല്ല ഫൈൻ പൗഡറാണ് ഇപ്പം. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. ക്രീം തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം കേട്ടോ. ഇത് ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇത് ഞാനിവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് നല്ലത്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക. അതൊരു 3/4 ടേബിൾ സ്പൂൺ വേണം. അത് ഞാനിവിടെ ഒരു പാത്രത്തിൽ അലോവേര ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. 8 ടേബിൾ സ്പൂണാണ് അലോവേര ജെല്ല് ഞാൻ എടുത്തേക്കണത്. അതിലേക്കാണ് ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്രീം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് നല്ല ഒരു ഗുണം തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഹൊഹോബ ഓയിലാണ്. അതിലെഴുതുന്ന ജോജോബ എന്നാട്ടോ, പക്ഷെ അത് പറയുന്നത് ഹൊഹോബ ഓയിൽ എന്നാണ് പറയുക നമ്മൾ. അതും വേണം, ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇപ്പോൾ ഓയിലും ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിനൊക്കെ ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ, ഫേസിനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇത് ഞാനൊരു 6 ക്യാപ്സൂൾ എടുക്കുന്നുണ്ട്. അത് മുഴുവനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ചു വച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് കുറവായാലും കുഴപ്പമില്ല. പക്ഷേ ഒരു പാകം നല്ലൊരു ക്രീം ചെയ്ത് കിട്ടണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം. അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വരുന്ന പൗഡർ നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്കിതെടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ക്രീം ഉണ്ടാക്കുന്നത് 1 മാസത്തേക്കുള്ള ക്രീമൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അത് തീർന്നതിന് ശേഷം പിന്നെ അടുത്ത് ഉണ്ടാക്കുകയുള്ളൂ. അത് പുറത്ത് വെച്ച് തന്നെ നമുക്ക് ആ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഒട്ടും കട്ടയായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. നമ്മൾ ഏത് ക്രീം ഉപയോഗിക്കുകയാണെങ്കിലും ഇതുവരെയുള്ള ഹോം മെയ്ഡ് ക്രീമുകളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കണം. വല്ലപ്പോഴും ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിച്ചാലാണ് നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതാണ്, നമ്മുടെ ഫേസിനൊക്കെ പറ്റിയ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പിന്നെ ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഓയിലുകൾ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇന്ന ഓയിലൊന്നുമില്ല, വൈറ്റമിൻ ഇ ഓയിൽ എന്തായാലും ചേർക്കുക. പിന്നെ നിങ്ങളുടെ ഫേസിന് ഏതാണോ പറ്റുന്നത് ആ രീതിയിലുള്ള ഓയിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഇത്രയും മതി. ഇനി നമുക്ക് വൃത്തിയാക്കി നല്ല തുടച്ച് വെച്ചിരിക്കുന്ന ചെറിയ ബോട്ടിലുകളിലാക്കി വയ്ക്കാം. ഇത് ഈ ഒരു ബോട്ടിൽ കൊള്ളാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിത് 1 മാസം വരെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഉപയോഗിക്കാതിരിക്കും, എങ്കിലും ഞാൻ 1 മാസം ഇത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറുള്ളൂ. കൂടുതൽ വരുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി പാത്രത്തിൽ കുറച്ചൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്, അത് നമുക്ക് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, കളയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തണുപ്പ് കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്രീമൊക്കെ തേച്ചപ്പോൾ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുക, അപ്പോൾ നല്ല മാറ്റം വരും. ഇനി എനിക്ക് കുറേ നാളത്തേക്ക് ആ ക്രീം ഉണ്ടാക്കാനുള്ള പൗഡർ ഇപ്പം ഉണ്ട്. ഞാൻ ഈ ക്രീം ഉപയോഗിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് വാഷ് വെച്ച് ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് ഈ ക്രീം നന്നായിട്ടൊന്ന് ഫേസിലൊന്ന് തേക്കും. ഫേസിലും കഴുത്തേലും ഇടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ ഫേസ് വാഷ് ഉപയോഗിച്ചത് കഴുകിക്കളയും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.